വളരെ അർജന്റായിട്ട് കുമളിയിലെ വർക്ക് നടക്കുന്ന സൈറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് താമരശ്ശേരി ടു കുമളി ബസ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ചില കാരണവശാൽ ആ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ലായിരുന്നു. ബസ് കയറിയ സമയത്താണ് ആ കാര്യം അറിയുന്നത്. ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് മുതൽ കുമളി വരെ സീറ്റ് എല്ലാം ഫുള്ളാണ്. അതുകൊണ്ട് കോഴിക്കോട് തന്നെ ഇറങ്ങേണ്ടി വന്നു. പക്ഷെ എന്ത് വന്നാലും കുമളിയിൽ എത്തിയേ പറ്റുള്ളൂ. അടുത്ത ഓപ്ഷൻ എന്താന്ന് നോക്കിയ സമയത്താണ് ഇതേ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നു KSRTCയിലെ സ്ലീപ്പർ ബസ്. നോക്കുമ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് മാത്രം ബാക്കിയുണ്ട്. മറ്റൊന്നും ചിന്തിക്കാതെ കണ്ടക്ടറോട് കാര്യം പറഞ്ഞു. ആള് പെരുമ്പാവൂർ വരെയുള്ള സീറ്റ് സെറ്റാക്കി തന്നു. കുമളി ബസ് പെരുമ്പാവൂരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ബസ് എവിടെ എത്തും എന്നുള്ളതുകൊണ്ട് അതിലെ കണ്ടക്ടർ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ പെരുമ്പാവൂർ വെച്ച് വീണ്ടും ആ ബസ്സിലേക്ക് കണക്ട് ആയി. ഇവിടെ നിന്ന് ഏകദേശം 4 മണിക്കൂറോളം യാത്ര ചെയ്താലേ കുമളിയിൽ എത്തുള്ളൂ. കുമളിയിൽ എത്തിയപ്പോൾ നമ്മുടെ നാട്ടിൽ പോലെയല്ല, അവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ്. ചുരം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ കോട മൂടിയിരുന്നു. അവിടെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ആളെത്തി. ഇതാണ് നമ്മുടെ സൈറ്റ്. ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ഒരു സൈഡിൽ പെയിന്റിങ്ങിന്റെയും വിൻഡോസിന്റെയും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ അകത്ത് കിച്ചൺ കബോർഡ്സിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ പുട്ടി വർക്കും മറ്റ് ഇന്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈറ്റ് ഇത്ര തിരക്കിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാനുള്ള കാരണം ഈ സൈറ്റിന്റെ ഓണർ ജർമ്മനിയിലാണ്. ഒരാഴ്ചത്തെ ലീവിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന 1-ാം തീയതി ഇതിന്റെ ഹൗസ് വാമിയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്താണ്. അതിനുള്ളിലായിട്ട് എല്ലാ വർക്കും തീർത്ത് സെറ്റാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇടയ്ക്കൊന്ന് കുമളി ടൗണിൽ പോയി വന്നപ്പോഴത്തേക്കും നമ്മുടെ കോൺട്രാക്ടർ ഇസ്മായിൽക്ക് എത്തിയിരുന്നു. ഇവിടുന്ന് കുറച്ച് ദൂരത്തൊരു സൈറ്റ് നോക്കാനുള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ കൂടെ ആ സൈറ്റിലോട്ട് പോയി സൈറ്റ് കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് നേരെ തിരിച്ച് ബസ്സിൽ കുമളിയിലോട്ട് വന്നു. ഈ ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും ഏലത്തിന്റെ കൃഷിയാണ് ഇവർ ചെയ്യാറുള്ളത്. റോഡിന്റെ ഇരുവശങ്ങളിലും അത് കണ്ണെത്താ ദൂരത്തോളം ഈ കൃഷി പരന്നു കിടക്കുന്നുണ്ട്. ടൗണിലെത്തിയതിനു ശേഷം ഏലത്തിന്റെ ഒക്കെ ഗ്രേഡ് തിരിക്കുന്ന ഒരു ഫാക്ടറിയോടും വിസിറ്റ് ചെയ്തു. 7 മണിക്കുള്ള മാനന്തവാടി ബസ്സിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ സ്റ്റാൻഡിൽ പോയി നാട്ടിലോട്ട് തിരിച്ചു.